BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഇറാൻ യുദ്ധത്തിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ പിൻവലിക്കാൻ ഉത്തരവിടുന്ന പ്രമേയം US ജനപ്രതിനിധി സഭ ബുധനാഴ്ച പാസാക്കി. തത്വത്തിൽ പ്രതീകാത്മകമായ ഒരു നീക്കമാണെങ്കിലും ഇത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് രാഷ്ട്രീയമായി വലിയൊരു തിരിച്ചടിയാണ്. ഭൂരിപക്ഷമുള്ള ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ 4 അംഗങ്ങൾ പ്രതീകാത്മകമായ ഡെമോക്രാറ്റുകൾക്കൊപ്പം ചേർന്ന പ്രമേയത്തെ പിന്തുണച്ചു. 208-നെതിരെ 215 വോട്ടുകൾക്കാണ് പ്രമേയം പാസ്സായത്. ഇത് ഇനി സെനറ്റിലേക്ക് അയക്കുമെങ്കിലും ഒടുവിൽ പ്രസിഡന്റിന്റെ വീറ്റോ അധികാരത്തെ നേരിടേണ്ടി വരും. അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടി ഡൊണാൾഡ് ട്രംപിന് നൽകുന്ന വ്യക്തവും ശക്തവുമായ സന്ദേശമാണിത്. ഇറാനിൽ അദ്ദേഹം നടത്തുന്ന നിയമവിരുദ്ധവും ജനപ്രീതിയുമില്ലാത്ത ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. ഹൗസ് ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റിയിലെ ഡെമോക്രാറ്റുകൾ എക്സിൽ കുറിച്ചു. 3 മാസം മുൻപ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ടെഹ്റാനെതിരായ സൈനിക നടപടികൾ അവസാനിപ്പിക്കാൻ ട്രംപിനെ നിർബന്ധിതനാക്കുന്ന ഒരു പ്രമേയം റിപ്പബ്ലിക്കന്മാരുടെ നിയന്ത്രണത്തിനുള്ള ജനപ്രതിനിധി സഭ പാസാക്കുന്ന ഇതാദ്യമായാണ്. യുദ്ധവും സമാധാനപരവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ കോൺഗ്രസിനുള്ള ഭരണഘടനാപരമായ അധികാരം വീണ്ടെടുക്കാനുള്ള തങ്ങളുടെ ശ്രമങ്ങളിലെ ഒരു സുപ്രധാന വഴിത്തിരിവായാണ് ഡെമോക്രാറ്റുകൾ ഈ വോട്ടെടുപ്പിനെ കാണുന്നത്. ഇതുപോലൊരു പ്രമേയം മെയ് അവസാനത്തോടെ സെനറ്റിൽ ഒരു പ്രധാന പ്രാഥമിക ഘട്ടം പിന്നിട്ടിരുന്നു. റിപ്പബ്ലിക്കന്മാർക്ക് നേരിയ ഭൂരിപക്ഷമുള്ള ഉപരിസഭ ഈ ആഴ്ച തന്നെ ഇത് അംഗീകരിച്ചേക്കും. എന്നാൽ ഇതിന്റെ അന്തിമാനുമതി തടയാൻ റിപ്പബ്ലിക്കൻ നേതാക്കൾ ശ്രമിച്ചേക്കുമെന്നും സൂചനയുണ്ട്. ഇരുപക്ഷത്തിന്റെയും സൈന്യങ്ങൾ തമ്മിൽ ഇപ്പോഴും വെടിവെപ്പുകൾ തുടരുന്നുണ്ടെങ്കിലും സമാധാന ചർച്ചകളിൽ കാര്യമായ പുരോഗതിയില്ലെങ്കിലും ഇറാനുമായുള്ള യുദ്ധം കഴിഞ്ഞുവെന്നാണ് ട്രംപ് ഭരണകൂടം വാദിക്കുന്നത്. ഫെബ്രുവരി അവസാനത്തോടെ കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ഇസ്രായേലിനൊപ്പം ചേർന്ന ഇറാനിൽ ആക്രമണം നടത്തിയതിലൂടെ ട്രംപ് ഭരണഘടന ലംഘിച്ചുവെന്ന ഡെമോക്രാറ്റുകൾ ആരോപിക്കുന്നു. വാർ പവേഴ്സ് ആക്ട് പ്രകാരം US സൈന്യത്തെ ഒരു യുദ്ധത്തിലേക്ക് നയിച്ചാൽ 60 ദിവസത്തിനകം പ്രസിഡന്റ് കോൺഗ്രസിന്റെ അനുമതി വാങ്ങിയിരിക്കണം. ആ സമയപരിധി ആഴ്ചകൾക്ക് മുൻപ് കഴിഞ്ഞതാണെന്നും അതിനാൽ ട്രംപ് ഇപ്പോൾ നിയമം ലംഘിക്കുകയാണെന്നും ഡെമോക്രാറ്റുകൾ പറയുന്നു. എന്നാൽ വൈറ്റ് ഹൗസ് ഈ വാദത്തെ എതിർക്കുകയാണ്. ഏപ്രിലുണ്ടായ വെടിനിർത്തൽ കരാർ കാരണം ഈ സമയപരിധിയുടെ ക്ലോക്ക് താൽക്കാലികമായി നിശ്ചലമായിരുന്നുവെന്നാണ് അവരുടെ വാദം. വീണ്ടും ആക്രമണം നടത്തുമെന്ന് ട്രംപ് പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ ആഴ്ചയോടെ സംഘർഷം കൂടുതൽ വഷളാകുകയും ചെയ്തു. കഴിഞ്ഞ രാത്രിയിൽ തങ്ങൾ ഇറാന്റെ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായും ഇറാന്റെ ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷന് നേരെ ആക്രമണം നടത്തിയതായും US അറിയിച്ചിരുന്നു. അതേസമയം ടെഹ്റാന്റെ സൈന്യം അയൽ രാജ്യങ്ങൾക്ക് നേരെ ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ടു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.